ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. പറയുമ്പോൾ വളരെ എളുപ്പമുള്ളതും ചെയ്യാൻ ഒരുപാട് പ്രയാസമുള്ള ഒരു കാര്യമാണ് ക്ഷമിക്കുക, അല്ലേ? പക്ഷേ ക്ഷമിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിനെ സ്വതന്ത്രനാവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിനെ സ്വതന്ത്രനാവാനായിട്ട് സാധിക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറ്റബോധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തതിൻ്റെ വിഷമങ്ങൾ, പലതരം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് അത് നമ്മളെ നല്ല രീതിയിൽ ജീവിക്കാനും സമ്മതിക്കില്ല. അതും വെച്ച് നമുക്ക് മരിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? ആ ഒരു ഭാരം കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? ഇത് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയവർ അത് അന്ന് നമ്മളെ കുറ്റപ്പെടുത്തിയതിന് ശേഷം അവരത് വിട്ടുപോയില്ലേ? അവർ പഴയ രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഓർത്തോർത്ത് നമ്മുടെ ഓരോ നിമിഷങ്ങളും നല്ല നിമിഷങ്ങളും നമ്മുടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഭാരമായിട്ട് മുന്നോട്ട് നമ്മളെ ചെയ്യാനുള്ള ഊർജ്ജം നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ചെയ്താലാണ് നമ്മൾ ഫ്രീ ആവുള്ളൂ. അപ്പോൾ പലരും നമ്മളെ വിഷമിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് പോലെ നമ്മൾ എഴുതുക, അത് എഴുതിയിട്ട് അത് കത്തിച്ച് കളയുക. അപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് എഴുതി 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 തന്നെ ഒരു ലെറ്റർ പോലെ എഴുതിയിട്ട് അത് കത്തിച്ച് കളയുമ്പോഴാണ് അതിലൂടെയാണ് നമുക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുള്ളൂ. പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാതെ ആയിരിക്കാം, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനെ ക്ഷമിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വിഷം കഴിച്ച് അവർ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് മനസ്സിൽ നമ്മൾ ആ ഒരു ഭാരം കൊണ്ട് നടക്കുന്നത്, അല്ലേ? പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആ ഒരു വിഷമങ്ങൾ കൊണ്ട് നടന്ന് നമുക്ക് മെൻ്റലി തന്നെ ഇല്ലാവുന്ന രീതി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മൈൻഡ് തന്നെ നമ്മുടെ ഔട്ടാവുന്ന രീതിയിലേക്കൊക്കെ വരും. ഈ ഒരു ഫൊർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ചെറുപ്പം മുതലേ ഈ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചത് വരെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് എഴുതാനായിട്ട്. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിൽ എന്തോ ഭാരം ഇറക്കി വെച്ചൊരു ഫീലിങ്സ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ലെറ്റർ പോലെ എഴുതി നമ്മളത് കത്തിച്ച് കളയുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ നമുക്ക് സ്വതന്ത്രനാകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പലതരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ അതിൽ വരുന്ന ജീവിതത്തിൽ വിജയിച്ചവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഫൊർഗീവ്നെസ്. അപ്പോൾ അത് എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കാനും മെൻ്റലി തന്നെ ഫ്രീ ആവാനും പലതരത്തിലുള്ള ചിന്തകൾ, നല്ല നല്ല ചിന്തകൾ വരാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫോളോ ചെയ്യുക.